ഒരു 100 വാട്ട്സ് സ്പീക്കർ ബോക്സ് ചെയ്യുകയാണെങ്കിൽ 100 വാട്ട്സ് ആംപ്ലിഫയറിലേക്ക് 100 വാട്ട്സ് സ്പീക്കർ ബോക്സ് ചെയ്യുകയാണെങ്കിൽ അതിലേക്ക് മിഡ് റേഞ്ച് ആൻഡ് ട്യൂട്ടർ, അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നത് മിഡ് റേഞ്ച് അല്ല ട്യൂട്ടർ എത്ര വാട്ട്സ് എടുക്കാം. വൂഫർ മിഡ് റേഞ്ച് ട്യൂട്ടർ ആണെങ്കിലും ഇനി ഒരു 2-വേ ബോക്സ് ആയിട്ട് വൂഫർ ആൻഡ് ട്യൂട്ടറാണ് എടുക്കുന്നതെങ്കിലും എത്ര വാട്ട്സിൻ്റെ ട്യൂട്ടർ എടുക്കണം, ഏത് പവറിൽ എടുക്കണം. ഇപ്പോൾ ഇത് 2 തരം ട്യൂട്ടർ ഉണ്ടല്ലോ. ഇതൊന്ന് പീസോ ഇലക്ട്രിക് ട്യൂട്ടറാണ്, ഒന്ന് മൂവിങ് കോയിൽ ടൈപ്പ് ട്യൂട്ടറാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി 2 തരത്തിലാണ് ഇത് കണക്ട് ചെയ്യുന്നത് വാട്ട്സിനനുസരിച്ച്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെ കണക്ട് ചെയ്യുന്നു, എത്ര വാട്ട്സിൽ കണക്ട് ചെയ്യാം എന്നുള്ള ഒരുപാട് പേരുടെ സംശയമുണ്ട്. അപ്പോൾ അതിൽ പലതരത്തിൽ ചോദിച്ചിട്ടുണ്ട്. അതായത് എത്ര ഓംസിൽ കൊടുക്കണം, അതായത് ഇപ്പോൾ 8 ഓംസ് ആംപ്ലിഫയർ ആണെങ്കിൽ 8 ഓംസ് ലോഡ് സെറ്റ് ചെയ്യുമ്പോൾ ഇത് എങ്ങനെ കൊടുക്കണം, അതേപോലെ ചോദിച്ചിട്ടുണ്ട് എത്ര വാട്ട്സ് കൊടുക്കണം. ലോഡിനെ പറ്റിയുള്ള കാര്യം, ആ ഓംസിനെ പറ്റിയുള്ള കാര്യം ഇതിന് മുമ്പുള്ള കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ പറയാത്ത അതിൻ്റെ കൂടെ വന്ന സംശയങ്ങളാണ് വാട്ട്സ് എത്ര കൊടുക്കണം. അപ്പോൾ 100 വാട്ട്സ് ആംപ്ലിഫയറിന് 100 വാട്ട്സ് സ്പീക്കേഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇതിലേക്ക് പീസോ ഇലക്ട്രിക് ട്യൂട്ടറാണ് കൊടുക്കുന്നതെങ്കിൽ ഇതിലേക്ക് വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു 100 to 330 അല്ലെങ്കിൽ 470 ഓംസ് 1 watt to 2 watt റെസിസ്റ്റർ ഇട്ടിട്ട് കൊടുക്കാം 100 ഓംസിൽ, അല്ലെങ്കിൽ 470. ഇതിൻ്റെ ഇടയിലുള്ള ഒരു വേരിയേഷനാണ് നമ്മൾ ഉപയോഗിക്കുക. വാട്ട്സ് അനുസരിച്ച് മാറ്റം വരും. 100 വാട്ട്സ് ആംപ്ലിഫയറിൽ 100 വാട്ട്സ് സ്പീക്കേഴ്സ് സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് 100 ഓംസ് അല്ലെങ്കിൽ ഒരു 200 ഇടയിലുള്ള ഒരു ഓംസ് 1 watt അല്ലെങ്കിൽ 2 watt ഇട്ടിട്ട് ഇതേപോലെ ഫിൽറ്റർ കപ്പാസിറ്റർ ആഡ് ചെയ്തിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ അത് എത്ര % പവർ അതിലേക്ക് എടുക്കും എന്നുള്ള ഒരു സംശയം വരികയാണെങ്കിൽ മൂവിങ് കോയിൽ ടൈപ്പ് എടുത്താലും ശരി, ഇനി പീസോ ഇലക്ട്രിക് ടൈപ്പ് എടുത്താലും ശരി, രണ്ടിനും ഒരേ ടൈപ്പ് വാട്ട്സ് ലോഡ് അതായത് ഡിവൈഡ് ആവുകയും ചെയ്യുക. ഒരേ തരത്തിലാണ് ഡിവൈഡ് ആവുക. അതായത് ഒരു 10% മിഡ് റേഞ്ച് ആൻഡ് ട്യൂട്ടർ നമ്മൾ കണക്കാക്കുക. 10% പവർ, അതായത് 100 വാട്ട്സ് കൊടുക്കുകയാണെങ്കിൽ 80+ ഒരു 90 ഇടയിലുള്ള വാട്ട്സ് നമ്മളെ സ്പീക്കർ ആകുമ്പോഴേ നമ്മളെ മെയിൻ ഡ്രൈവർ വൂഫർ സ്പീക്കർ ഏതായാലും അത് അബ്സോർബ് ചെയ്യും. അതായത് അത് അത്രയും വാട്ട്സിൽ അത് പെർഫോം ചെയ്യുമ്പോൾ അതിനകത്തുകൂടി നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ക്രോസ് ഓവർ ചെയ്ത് കൊടുക്കാനുള്ള സെക്ഷനിൽ കൊടുക്കാനുള്ളത് മാക്സിമം 10% കൊടുത്താൽ മതി. ഇപ്പോൾ 2-വേ സ്പീക്കറാണ് ഉണ്ടാക്കുന്നത്, അതിലേക്കൊരു വൂഫറും ഒരു ട്യൂട്ടറാണുള്ളതെങ്കിൽ ഒരു 80 വാട്ട്സ് to 90 വാട്ട്സിനിടയിലുള്ള ഒരു വൂഫറും ഒരു 10 to 15 അതായത് ആ ഒരു റേഞ്ചിനിടയിലുള്ള ഒരു ട്യൂട്ടറും കിട്ടുകയാണ് കറക്റ്റായ വാട്ട്സായി. അത്രയും മനസ്സിലാക്കിയാൽ തന്നെ നിങ്ങൾക്ക് അതിന് മേലോട്ടുള്ള ഏതൊക്കെ തരം വാട്ട്സിന് എത്രയൊക്കെ വേണം എന്നുള്ളത് മനസ്സിലാക്കാം. ഇത് ജസ്റ്റ് ഒരു ഡയറക്റ്റ് ഒരു ഇതാണ് എന്ന് പറഞ്ഞ് അടിച്ച് പറയുന്ന ഉത്തരമല്ല. ഇതൊരു റെഫറൻസിലൂടെ എക്സ്പെരിമെൻറ്റുകളിലൂടെ മനസ്സിലാക്കിയെടുത്ത ഒരു വാല്യൂ ആണ്. അതായത് 10 to 15 മാക്സിമം 15 ആവശ്യമില്ല. 10% to 50% ഉള്ളിൽ നമുക്കൊരു വാട്ട്സ് റേറ്റിംഗ് നമുക്ക് ട്യൂട്ടറിന് കൊടുക്കാം. ഇതിന് മുമ്പ് പണ്ടത്തെ ഒരു 3-വേ സ്പീക്കർ ഉണ്ടാക്കുന്നതിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. അതിൽ എൻ്റെ അഭിപ്രായത്തിൽ 50 വാട്ട്സ് വൂഫേഴ്സിനും അതേപോലെ 30 വാട്ട്സ് മിഡ് റേഞ്ചിനും 20 വാട്ട്സ് അതിലേക്ക് ട്യൂട്ടറിനുമാണ് എടുത്തുള്ളത്. അത് വേറൊരു തരം ഡിവൈഡിങ്, അതിനനുസരിച്ച് ക്രോസ് ഓവറും ചെയ്തിട്ടാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. പക്ഷേ ഓവറോൾ വാല്യൂ എന്ന് പറയുന്നത് ശരിക്കും 10% കൊടുത്താൽ മതി. അപ്പോൾ 500ൻ്റെ 10%, ഇപ്പോൾ 500 വാട്ട്സ് ഒരു 3-വേ ഓർ 2-വേ സ്പീക്കറാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ 10% കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടുള്ള വാട്ട്സ് പവറുള്ള ട്യൂട്ടർ സെലക്ട് ചെയ്യും. അതാണ് ആകെ ഇതിൽ ചെയ്യാനുള്ളതും ശ്രദ്ധിക്കാനുള്ളതും. പിന്നെ മൂവിങ് കോയിൽ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ മാക്സിമം ഓംസ് കറക്റ്റ് ചെയ്യുക. അതായത് പീസോ ട്യൂട്ടർ ആണെങ്കിൽ നമുക്ക് ആ ഒരു ഓംസിൻ്റെ വിഷമം ഇതിൽ വരാനില്ല. ഈ മൂവിങ് കോയിൽ ടൈപ്പും ഈ പീസോ ട്യൂട്ടറും ഏതൊക്കെ വാട്ട്സ് കണക്ട് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരുപാട് സംശയങ്ങളുടെ ഒരൊറ്റ ഡയറക്റ്റ് ഉത്തരം, അതായത് ഒരു എക്സ്പെരിമെൻ്റൽ ഉത്തരമാണ്. അതായത് ഒരിക്കലും നമുക്ക് അടിച്ചേൽപ്പിച്ച് ഇത്രേ കൊടുക്കാവൂ അല്ലെങ്കിൽ ഇത്രേ കൊടുക്കുക എന്ന് പറയാൻ കഴിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ഇത്തരത്തിലുള്ള ടിപ്സ് വീഡിയോ ആണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കുക. അതായത് പ്രാക്ടിക്കൽ വീഡിയോസ് ഇല്ല എന്നല്ല, ചെറിയ ഇങ്ങനത്തെ ടിപ്സ് കൂടുതലായിട്ട് നമുക്ക് ചാനലിൽ ഉൾപ്പെടുത്താം. താല്പര്യമുള്ളവർ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അതിനനുസരിച്ചുള്ള കൂടുതൽ വീഡിയോസ് ഇനി ആവശ്യം ചെയ്യാം.